വെൽക്കം ബാക്ക് ടു ഷാഹീൻസ് കിച്ചൻ. ഇന്ന് റവ ഇഡ്ഡലിയാണ് ചെയ്യുന്നത്. ഇത് മൈക്രോവേവിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1 കപ്പ് റവ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർക്കാൻ നമുക്ക് 3/4 കപ്പ് തൈര് വേണം. തൈര് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണിത്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ വേണം, ഉപ്പ് വേണം, കുറച്ച് വെള്ളം. ഇത്രയും മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം തന്നെ ഈ റവയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തൈരൊന്ന് വിസ്ക് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇത് തൈര് ഞാൻ ചേർത്തു. ഇനി ഇതിലേക്ക് ഉപ്പും ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. ചിലർ ഈ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഈനോ ചേർക്കുന്നത് കാണാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ബേക്കിംഗ് സോഡ മാത്രം മതി. 1/4 ടീസ്പൂണിലും കുറച്ച് കുറവ് ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത്തിരി വെള്ളം കൂടി ചേർക്കാം. നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു കൺസിസ്റ്റൻസി എങ്ങനെ വേണം എന്നുള്ളത്. അപ്പം കുറേശ്ശെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് റവ, 3/4 കപ്പ് തൈര്, 1/4 കപ്പ് വെള്ളം, ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ ഒരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് മൈക്രോവേവിൽ ചെയ്യാൻ വേണ്ടി മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രങ്ങളും മോൾഡും ഒക്കെ വേണം. അതിനുവേണ്ടി ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഇഡ്ഡലി മോൾഡ് ഫില്ല് ചെയ്യാം. അതിന് മുമ്പ് മോൾഡൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്താ ഗ്രീസ് ചെയ്ത് വെച്ച മോൾഡ് ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫില്ല് ചെയ്യാം. കറക്റ്റ് 20 മിനിറ്റ് ഞാനിതിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നോക്കുക, ചിലപ്പോൾ കുറച്ച് കട്ടിയായ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച്. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. ഈ സമയത്തും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാൻ. ഇതാ ഞാൻ ആദ്യത്തെ ഭാഗത്ത് പോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. വല്ലാതെ നിറച്ച് ഫില്ല് ചെയ്യരുത്, ഇതുപോലെ ചെയ്യാം. വെള്ളം ഞാൻ പറഞ്ഞ പോലെ 1 ടേബിൾ സ്പൂണോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത തട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇതാ ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് അടച്ച് വെച്ച് 4 മിനിറ്റ് ഹയസ്റ്റ് ടെമ്പറേച്ചറിൽ നമുക്കിത് മൈക്രോവേവ് ചെയ്യാം. അത്ര ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് വെച്ചിപ്പോൾ ഞാൻ 8 എണ്ണം ഇപ്പം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഒരു 5-6 എണ്ണം ചെയ്യാനുള്ള മാവ് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു 13-14 ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് കുറച്ച് ചെറിയ ഇഡ്ഡലിയാണല്ലോ. അപ്പം നമുക്കിത് 4 മിനിറ്റ് മൈക്രോവേവ് ചെയ്യാം. എന്നിട്ട് 1 മിനിറ്റ് റെസ്റ്റിംഗ് ടൈമും കൊടുക്കണം. എന്നിട്ട് വേണം അതെടുക്കാൻ. മൈക്രോവേവിൽ നിന്ന് ഇനി 1 മിനിറ്റ് നമുക്ക് റെസ്റ്റിംഗ് ടൈം കൊടുക്കാം. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം, പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇത് നല്ല ക്യൂട്ട് റവ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഫ്ലഫിയാണ്, സോഫ്റ്റാണ്. ഇത് നമുക്ക് സ്റ്റവ് ടോപ്പിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി മൈക്രോവേവിൽ ചെയ്യുന്നത് കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ അളവിൽ നമുക്ക് 13 ഇഡ്ഡലി വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.